എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ആ ഒരു പപ്പഡ് വില്ലൻ അതാണെങ്കിൽ ഷിങ്കയുടെ തൊട്ട് മുൻപിൽ വന്ന് നിൽക്കുകയാണ്. ഉടനെ ഫുക്കാകു ചോദിക്കും, നിന്നെ കൊണ്ട് ഇവനെ ഒറ്റയ്ക്ക് നേരിടാനാവോ? അതിന് ഷിങ്കി, അതെനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, പക്ഷെ നിന്നെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ. സോ തൽക്കാലം നീ അകത്തേക്ക് പോന്ന് പറഞ്ഞ് അവൻ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. ഷിങ്കി എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ പപ്പഡ് മാസ്റ്റർ അതിപ്പോ അവൻ അറഞ്ചം പൊറഞ്ചം വെട്ടി വീശും. ഷിങ്കിയുടെ അയൺ സാൻഡ് അതങ്ങനെ തകർന്ന് ഓരോ ഭാഗത്തേക്ക് തെറിക്കും. അത് ആക്ച്വലി ഷിങ്കി അല്ല, അവൻ ക്രിയേറ്റ് ചെയ്ത അവന്റെ വേറെ ഒരു ക്ലൗൺ ആണ്. ഷിങ്കി ആണെങ്കിൽ അവന്റെ ഓരോ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. ഷിങ്കി ആണെങ്കിൽ 100-110 ഓടും. അത് കണ്ട് ഷുക്കാവു ചോദിക്കും, എന്തു പറ്റി? നീ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നില്ലേ? നീ കങ്കൂറയ്ക്ക് വേണ്ടി അവനോട് റിവഞ്ച് എടുക്കുന്നല്ലേ പറഞ്ഞത്? എന്നിട്ടിപ്പോ നീ ഇതുപോലെ ഓടുകയാണോ? ബൊറൂട്ടോ ഉണ്ടായിരുന്നെങ്കിൽ, അവനിപ്പോ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഇതുപോലെ ഓടേണ്ട അവസ്ഥ വരില്ലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അവനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിച്ചേനെ. ഷിങ്കി ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ മുൻപോട്ടേക്ക് ഉഷാറായിട്ട് ഓടും. അവന്റെ ഒരു ലക്ഷ്യം ഫുക്കാഗു എങ്ങനെയെങ്കിലും സേഫായിട്ട് കങ്കൂറ പറഞ്ഞതുപോലെ ലീഫ് വില്ലേജിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ്. അങ്ങനെ ഓടി ഓടി അവന്റെ തൊട്ടു പിന്നാലെ ഇപ്പൊ ആ വില്ലനും എത്തും. അവനങ്ങനെ ചാടി വീണ് ഷിങ്കി ആഞ്ഞു വെട്ടുകയാണ്. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ ബൊറൂട്ടോ അവനവിടേക്ക് ചാടി വീണ് ആ വില്ലനെ പിടിച്ചു വലിച്ച് ആഞ്ഞെട്ടിക്കും. അതിനുശേഷം ഷിക്കടയും ടമരിയും അവർ രണ്ടുപേരും ഇപ്പൊ പപ്പടിനെ റൗണ്ട് ചെയ്യാണ്. ബൊറൂട്ടോ ഷിങ്കിയുടെ കൈ പിടിച്ച് വലിച്ച് വീണ്ടും അവർ മുന്നോട്ട് പോവാണ്. ബൊറൂട്ടോ ഷിങ്കിയോട് പറയും, ഐ എം സോറി, ഞാൻ ആക്ച്വലി നിന്നെ വിട്ടു പോകാൻ പാടില്ലായിരുന്നു. ആക്ച്വലി ടെമരി ആന്റിയാണ് എന്റെ മിസ്റ്റേക്സ് ഒക്കെ എനിക്ക് പറഞ്ഞു തന്നത്. ഷിങ്കി പറയും, അതൊന്നും കുഴപ്പമില്ല, ഇപ്പൊ നമ്മുടെ പ്രധാന ദൗത്യം എങ്ങനെയെങ്കിലും മിഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ്. പക്ഷെ ബൊറൂട്ടോ ആണെങ്കിൽ അപ്പോഴും തീർത്തു പറയും, എനിക്ക് വലുത് എന്റെ കോൺഫിഡൻസ് തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ നിനക്ക് വേണ്ടി ഇവിടേക്ക് തിരികെ വന്നത്. അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും 150 പറഞ്ഞ് 100 പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തർക്കം. ഫൈറ്റിന്റെ അവസാനം ബൊറൂട്ടോ അവൻ ഷിങ്കിയോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് വീണ്ടും ഷിക്കടയെയും ടെമരിയെയും ഫൈറ്റിന് ഹെൽപ്പ് ചെയ്യാനായി അവരുടെ അടുത്തേക്ക് ഓടും. ഷിങ്കി ആണെങ്കിൽ വണ്ടടിച്ച് ബൊറൂട്ടോയെ തന്നെ നോക്കി നിൽക്കും. ഷിങ്കി ആണെങ്കിൽ വീണ്ടും ലീഫ് വില്ലേജിനെ ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങുമ്പോഴായിരിക്കും ഫുക്കാഗു അവന്റെ ബോഡിയിലില്ല എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കുക. അവൻ ഷോക്കായിട്ട് ചുറ്റും നോക്കും. അപ്പൊ അതേസമയം ഇവിടെ ആ വില്ലൻ അവനാണെങ്കിൽ പോയിസൺ ഗ്യാസ് ഒക്കെ വെച്ച് ഷിക്കടയെയും ടെമരിയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അത് കണ്ട ബൊറൂട്ടോ ചാടി വീണ് അവർ 3 പേരും കമ്പൈനായിട്ട് ഇപ്പൊ ആ വില്ലനെ അടിക്കാനായിട്ട് തുടങ്ങും. ബൊറൂട്ടോ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ലോങ് ഷോട്ടില് നമ്മുടെ ഫുക്കാഗു അവൻ ഈ ഫൈറ്റ് ഒക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഷിങ്കി അവിടേക്ക് വരിക. ഷിങ്കിയും ഒരു സെക്കൻഡ് അവരുടെ ഫൈറ്റ് ഒക്കെ കണ്ട് അങ്ങനെ സ്തംഭിച്ചു പോവും. അല്പസമയം കഴിയുമ്പോൾ ഷിങ്കി വീണ്ടും ഇപ്പൊ ഫുക്കാഗു എടുത്ത് ഓടാനായിട്ട് തുടങ്ങും. ഇവിടെ ടെമരി ആണെങ്കിൽ അവളുടെ വിഷറിയൊക്കെ പുറത്തെടുത്ത് നല്ല പവറിൽ വിങ് സ്റ്റൈൽ പവർ ഉപയോഗിച്ച് ആ വില്ലനെ അറഞ്ചം പുറഞ്ചം അടിക്കും. അതിനുശേഷം വീണ്ടും ഫുൾ പവറിൽ അവർ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും ടെമരിയുടെ കയ്യില് പരുക്കു പറ്റുക. ടെമരിയും ഷിക്കടയും അവർ രണ്ടുപേരും ചേർന്ന് ബൊറൂട്ടോയെ പറഞ്ഞുവിടാൻ ശ്രമിക്കും. പക്ഷെ ബൊറൂട്ടോ ആണെങ്കിൽ അവരെ വിട്ടുപോകാൻ തയ്യാറാവാതെ അവിടെ നിന്ന് വില്ലനുമായിട്ട് ഫൈറ്റ് ചെയ്യും. ബൊറൂട്ടോ അവന്റെ പവർ മുഴുവൻ സംഭരിച്ച് ഇപ്പോ ഒരുപാട് ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം സൈഡിൽ ശബ്ദം ഉണ്ടാക്കി ആ പപ്പട് വില്ലനെ അവരെ ദശ തിരിപ്പിച്ച് അവന്റെ ബോഡിയിൽ ഒരു പേപ്പർ ബോംബ് അങ്ങനെ കുത്തി അങ്ങോട്ട് ഇറക്കും. ഇവിടെ ഷിക്കടയാണെങ്കിൽ ടെമരിയുടെ ആ ഒരു വിഷറി അതുപയോഗിച്ച് ആ വില്ലനെ അറ്റാക്ക് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കും. ആ വില്ലനാണെങ്കിൽ അതെല്ലാം കണ്ട് ഇപ്പൊ ഭൂമി തുളച്ച് ഭൂമിക്ക് അടിയിലേക്ക് പോവും. അതിനുശേഷം വീണ്ടും പുറത്തേക്ക് ചാടി വരും. ഷിക്കടയാണെങ്കിൽ അവന്റെ ഷാഡോ പാരലൈസിങ് ജിപ്സു അതുപയോഗിച്ച് വില്ലനെ അവനെ ലോക്ക് ചെയ്ത് പിടിക്കും. കാര്യം മനസ്സിലാക്കിയ നമ്മുടെ ബൊറൂട്ടോ അവൻ ഡ്രസ്സങ്ങൺ പവർ ക്രിയേറ്റ് ചെയ്ത് ആഞ്ഞൊരട്ടി. ആ ഒരു അട്ടിയില് ആ പപ്പട് വില്ലൻ അവനങ്ങനെ തകർന്ന് തരിപ്പണാവും. അമരിക്കാണെങ്കിൽ അതൊക്കെ കണ്ട് ഡബിൾ സന്തോഷം. അവളിപ്പോ ബൊറൂട്ടോട് പറയും, ബൊറൂട്ടോ ഒട്ടും സമയം കളയാനില്ല, നീ എത്രയും പെട്ടെന്ന് ഷിങ്കിയുടെ കൂടെ പോയി ആ മിഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് കങ്കൂറ എവിടെയുണ്ടെന്ന് ഉടനെ കണ്ടെത്തണം. ബൊറൂട്ടോ അത് കേട്ട് ഇപ്പൊ ഷിങ്കിയുടെ അടുത്തേക്ക് പോവും. അപ്പോഴായിരിക്കും ആ മെയിൻ വില്ലൻ അവനിപ്പോ ഷിക്കടയുടെയും ടെമരിയുടെ അടുത്തേക്ക് വരിക. അവനവിടേക്ക് എത്തിയ ഉടൻ തന്നെ ഷിക്കടയുടെയും ടെമരിയുടെയും പവർ അത് അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ആ ഒറട്സുക്കി വില്ലൻ അവനാണെങ്കിൽ ഇപ്പൊ ഷിങ്കിയെയും ബൊറൂട്ടോയും ഫോളോ ചെയ്ത് അവരുടെ തൊട്ടു പിന്നാലെ എത്തിക്കഴിഞ്ഞു. നമ്മുടെ ആൾക്കാർ ഓടി
അല്പ ദൂരം എത്തുമ്പോഴേക്കും ആ വില്ലൻ അവരുടെ തൊട്ട് മുൻപിലേക്ക് വരും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അവനെ കണ്ട് വിശ്വസിക്കാനാവില്ല. ദിസ് ഈസ് അൺബിലീവബിൾ. ഇവനെ ഓൾറെഡി ഗാറ മാസ്റ്റർ അദ്ദേഹം സീൽ ചെയ്ത് വെച്ചതല്ലേ, ഇവനെങ്ങനെ പുറത്തു വന്നു? ഷിക്കാഗോനാണെങ്കിൽ അവനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും സിറ്റുവേഷൻ വളരെ വേഴ്സ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന്. അവൻ ഷിങ്കിയോടും ബൊറൂട്ടോടും പറയും, നിങ്ങൾ തൽക്കാലം എന്നെ ഇറക്കി അവനോടൊപ്പം അയക്കേ. ഒരു കാരണവശാലും നിങ്ങളെ കൊണ്ട് അവനെ കൺട്രോൾ ചെയ്യാനോ തോൽപ്പിക്കാനോ പറ്റില്ല. സോ ഇപ്പോ ബുദ്ധിപൂർവ്വം മുൻപോട്ട് പോ. പക്ഷെ ഷിങ്കി ആണെങ്കിൽ അതൊന്നും കാര്യാക്കാതെ എന്തൊക്കെയോ കാര്യമായിട്ട് പ്ലാൻ ചെയ്ത് അത് ബൊറൂട്ടോയ്ക്ക് പറഞ്ഞു കൊടുക്കും. ഇത് കേൾക്കേണ്ട താമസം ബൊറൂട്ടോ അവനവന്റെ ഒരുപാട് ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് ആ വില്ലന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കും. വില്ലൻ സിമ്പിൾ ആയിട്ട് ബൊറൂട്ടോടെ ഓരോ ക്ലൗൺസിനെ പിടിച്ചു വലിച്ച് തകർത്തെറിയും. അവസാനം റിയൽ ബൊറൂട്ടോയെ അങ്ങനെ തൂക്കിയെടുത്ത് അവന്റെ പവറും അബ്സോർബ് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കും. അവിടെയായിരിക്കും ഷിങ്കി അവന്റെ പവർ ഉപയോഗിച്ച് അയൺ സാൻഡ് അത് റിലീസ് ചെയ്ത് അത് മുഴുവനായിട്ടും ആ വില്ലന്റെ ദേഹത്തിട്ട് അങ്ങനെ വരിഞ്ഞു മുറുകും. വില്ലനാണെങ്കിൽ ഇപ്പൊ അനങ്ങാൻ പറ്റില്ല. അവന്റെ കൈയും ബോഡിയും ഒക്കെ ടൈറ്റായി ബൊറൂട്ടോ അവന്റെ കയ്യിൽ നിന്ന് വഴുതി ദൂരേക്ക് പോവും. ഒരു പപ്പട്ട് സീലിംഗ് ജിപ്സു അതുകൂടെ ഉപയോഗിച്ച് ഇപ്പൊ അവനെ മുഴുവനായിട്ട് ഷിങ്കി അവിടെ സീൽ ചെയ്യും. അതിനുശേഷം ബൊറൂട്ടോയെ താങ്ങിയെടുത്ത് അവർ രണ്ടുപേരും വീണ്ടും ഉഷാറായിട്ട് ഓടും. ഷിങ്കിയുടെ ഒരു കണ്ണ് അതാ വില്ലനെ തന്നെ ഒബ്സർവ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. ഷിങ്കി ആണെങ്കിൽ ഇപ്പൊ കുറെ ദൂരം മുൻപോട്ട് ഓടി മറ്റേതൊരു ദിശ ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങും. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇപ്പൊ ഷിങ്കിയെ തന്നെ നോക്കും. അപ്പൊ അതേസമയം വില്ലൻ അവൻ ഷിങ്കി ക്രിയേറ്റ് ചെയ്ത അയൺ ലോക്ക് അത് മുഴുവനായിട്ട് തകർത്ത് പുറത്തേക്ക് ചാടി വരും. ഇവിടെ ഷിങ്കിക്കാണെങ്കിൽ അവൻ ആ സീലിംഗ് തകർത്തു എന്നുള്ള കാര്യം അത് മനസ്സിലാവും. ഷിങ്കി പറയും അവൻ ഓൾറെഡി ആ സീലിംഗ് തകർത്തു. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല, എന്റെ കണ്ണ് അത് അവനെ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിരുന്ന അതേ ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള വഴിയിലൂടെയാണ് അവനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതേ വഴി നമ്മൾ പോയാ ഉറപ്പായിട്ടും നമ്മൾ അവന്റെ കെണിയിൽ ചെന്ന് വീഴും. സോ ഇപ്പൊ തന്നെ നമ്മുടെ റൂട്ട് മാറിപ്പോണം. ബൊറൂട്ടോയ്ക്ക് അപ്പോഴായിരിക്കും അവന്റെ ഒരു ഫ്രണ്ടിന്റെ വീട് അതിവിടെ തൊട്ടടുത്തുണ്ട് എന്ന് ഓർമ്മ വരിക. നമുക്ക് അവിടേക്ക് പോവാം, എന്നിട്ട് ലീഫ് വില്ലേജിനെ കോണ്ടാക്ട് ചെയ്ത് ബാക്കപ്പിന് ആളെ വിളിക്കാം. അതിന് ഷിങ്കി ഓക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും മുൻപോട്ടേക്ക് പോവും. പക്ഷെ ഓൾറെഡി ഷിങ്കി ഒരുപാട് പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവനെ കൊണ്ടാണെങ്കിൽ ഇപ്പൊ നടക്കാനുള്ള സ്ട്രെങ്ത് ഇല്ല. അവനങ്ങനെ ആടി ആടി താഴേക്ക് വീഴുകയാണ്. ബൊറൂട്ടോ പതിയെ അവനെ തൂക്കിയെടുത്ത് ആ വീടിന്റെ അടുത്തേക്ക് വരും. ആ വീടാണെങ്കിൽ ഇപ്പൊ മുഴുവനായിട്ട് തകർന്നു കിടക്കുകയാണ്. ഇത് മറ്റാരുടെയും വീടല്ല, നമ്മൾ മുൻപ് കണ്ട ആ കുഞ്ഞിപ്പെണ്ണിന്റെയും അവളുടെ പപ്പയുടെയും വീടാണ്. ബൊറൂട്ടോ ആ വീട്ടിലേക്ക് ഓടി വരും. ആ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഒരുപാട് വിഷമത്തിലിരിക്കുകയാണ്. അവളോട് ബൊറൂട്ടോ ചോദിക്കും, എന്തു പറ്റി, എന്താ ഉണ്ടായേ? ഉടനെ അതിനടിയിലുള്ള വലിയൊരു കല്ലിന്റെ അടിയിൽ അവളുടെ പപ്പയെ കാണും. അവളും ബൊറൂട്ടോയും ആ വലിയ ചുമര് അത് മാറ്റാൻ ശ്രമിക്കും. പക്ഷെ അവരെ കൊണ്ടാണെങ്കിൽ അതിന് കഴിയില്ല. അത് കണ്ട് ഷിങ്കി ആണെങ്കിൽ അവന്റെ അയൺ സാൻഡ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ആ വലിയ ചുമര് അവിടുന്ന് എടുത്ത് മാറ്റിവെക്കും. അവളുടെ പപ്പയ്ക്കാണെങ്കിൽ കുറച്ച് പരിക്കുകളൊക്കെ ഉണ്ട്, പക്ഷെ ജീവന് ഒന്നും സംഭവിച്ചിട്ടില്ല. പപ്പ പറയും, ആരൊക്കെയോ ചേർന്ന് കുറച്ചു മുമ്പ് ഇവിടേക്ക് വന്നു, ഫയർബോൾ ഒക്കെ വെച്ച് ഞങ്ങളുടെ വീട് അറ്റാക്ക് ചെയ്ത് ഞങ്ങളെ ഈ ഗതിയിലാക്കി. ബൊറൂട്ടോയ്ക്കും ഷിങ്കിക്കും അവരത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് ആ വില്ലൻ തന്നെയാണെന്ന്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ട്രാൻസ്പോർട്ട് ഡിവൈസ് അതാണെങ്കിൽ തകർന്നു കിടക്കുകയാണ്. ഉടനെ റിയൽ ഷിക്കാഗോ അതിപ്പോ പുറത്തേക്ക് വരികയാണ്. അതിനെ കണ്ട് ബൊറൂട്ടോ അവൻ ഷോക്കാവും. ബൊറൂട്ടോ ആണെങ്കിൽ ഒരുപാട് ചിന്തിച്ച് ഇപ്പൊ ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം അത് ഷിങ്കിയോട് പറഞ്ഞ് വീണ്ടും അവരവരുടെ മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. അവരിപ്പോ ആ കുഞ്ഞിപ്പെണ്ണിനോടും അവളുടെ പപ്പയോട് യാത്ര പറഞ്ഞ് വീടിന് പുറത്തേക്ക് വരും. ബൊറൂട്ടോയും ഷിങ്കിയും ഇപ്പൊ അടുത്തുള്ള ഒരു ബ്രിഡ്ജിനടുത്തേക്ക് വരും. അപ്പൊ കറക്റ്റ് സമയത്ത് ആ വില്ലൻ അവൻ അവിടേക്ക് വന്ന് ആ വലിയ ബ്രിഡ്ജ് അതിപ്പോ രണ്ടായി വെട്ടി വീശും. ആക്ച്വലി ബൊറൂട്ടോയുടെ കൂടെ ഉള്ളത് അത് റിയൽ ഷിങ്കി അല്ല. റിയൽ ഷിങ്കി അവൻ മറ്റൊരു ഭാഗത്തൂടെ ഷിക്കാഗോ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ സാസുകയെ കാണിക്കും. അവനാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ഒരു ഡയമെൻഷനിൽ നിന്ന് പുറത്തേക്ക് വരാൻ നോക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.